morning, my dear students. Welcome to SS class. Today, let's explain human occupation of equatorial region. Occupation means job അഥവാ ജോലി. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലെ ജനങ്ങളുടെ ജോലിയെക്കുറിച്ചാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് സ്പാർസ്ലി പോപ്പുലേറ്റഡ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ജനങ്ങൾ വളരെയധികം കുറവാണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, ജനങ്ങൾ. സ്പാർസ്ലി പോപ്പുലേറ്റഡ്, ജനസംഖ്യ വളരെയധികം കുറവാണ്. Tropical rainforest is sparsely populated. The people of equatorial region is primitive. Primitive means ancient. പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ അധികം പരിഷ്കാരമൊന്നും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഏൻഷ്യന്റ് പീപ്പിൾ എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് പീപ്പിൾ മീൻസ് ഏൻഷ്യന്റ് പീപ്പിൾ. പീപ്പിൾ ഓഫ് ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് നോൺ ആസ് primitive people. Example of primitive people: Native American Indians of South America. Native American Indians of South America. Pygmies of Zaire Basin. Indians of Amazon Basin. First one, Native American Indians. Native American Indians. Second one, Pygmies. Third one, Indians of Amazon Basin. Primitive people are Native American Indians. ഇവർ കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സെക്കൻഡ് വൺ, പിഗ്മീസ് കാണപ്പെടുന്നത് സൈർ ബേസിൻ ഓർ കോംഗോ ബേസിൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻസ് ഓഫ് ആമസോൺ ബേസിൻ. പ്രിമിറ്റീവ് പീപ്പിൾസിന് എക്സാമ്പിൾ ആണ് നേറ്റീവ് അമേരിക്കൻ ഇന്ത്യൻസ്, പിഗ്മീസ്, ഇന്ത്യൻസ് ഓഫ് ആമസോൺ ബേസിൻ. Okay, let us look into the occupation of these people. ഈ പീപ്പിളിന്റെ ജോലി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. These two peoples, Native American Indians and Pygmies, are hunter-gatherers. Hunter-gatherers means a person who hunt animals. ആനിമൽസിനെയൊക്കെ വേട്ടയാടി ജീവിക്കുന്ന ആളുകളെയാണ് ഹണ്ടർ ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്, വേട്ടക്കാരൻ. നേറ്റീവ് അമേരിക്കൻ ഇന്ത്യൻസ് ആൻഡ് പിഗ്മീസ് ആർ ഹണ്ടർ ഗ്യാദേഴ്സ്. അവർ വേട്ടക്കാരാണ്. ആനിമൽസിനെയൊക്കെ വേട്ടയാടിയാണ് അവർ ജീവിക്കുന്നത്. ഫുഡ് ഈസ് പ്ലെന്റി ഇൻ ദ ലഷ് ഫോറസ്റ്റ്. ഫുഡ് ആ ഫോറസ്റ്റിൽ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ലഷ് മീൻസ് സമൃദ്ധമായിട്ടാണ് കാണപ്പെടുന്നത്. Then Indians of Zaire Basin, they practice slash and burn cultivation. Slash and burn cultivation. Slash and burn cultivation. Cultivation means agriculture, കൃഷി. അതായത് ഇന്ത്യൻസ്, ആമസോൺ ബേസിൽ കാണുന്ന ഇന്ത്യൻസ് കൃഷി ജോലിയാണ് ചെയ്യുന്നത്.
സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ agriculture. What do you mean by slash and burn cultivation? Slash and burn cultivation means it is a method of cultivation. ഇതൊരു കൃഷി രീതിയാണ്. It's a method of cultivation that involves cutting and burning of plants in the forest. ഇതൊരു കൾട്ടിവേഷൻ കൃഷി ജോലിയാണ്. ഇതിൽ കട്ടിംഗ് ആൻഡ് ബേണിംഗ് ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഫോറസ്റ്റ്. ഫോറസ്റ്റിലുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ തടികളെല്ലാം കട്ട് ചെയ്യുകയും അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫോർ വാട്ട് പർപ്പസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. കൃഷിക്ക് വേണ്ടി, കൃഷി ഭൂമിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റിലെ പ്ലാന്റ്സും തടികളുമെല്ലാം വെട്ടി അത് തീയിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് വേണ്ടിയാണിത് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ്സിന് പറയുന്ന പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ മീൻസ് അഗ്രികൾച്ചർ. What do you mean by slash and burn cultivation? It's a method of cultivation that involves cutting and burning of plants in the forest or wooden land. തടികളുള്ള ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റിലെ പ്ലാന്റ്സ് ഇവയെല്ലാം വെട്ടി അതെല്ലാം തീയിട്ട് നശിപ്പിച്ചതിന് ശേഷം അഗ്രികൾച്ചർ കൃഷിക്ക് വേണ്ടി അനുയോജ്യമാക്കി മാറ്റുന്നു ആ ലാൻഡിനെ. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. ഇന്ത്യൻസ് ഓഫ് ആമസോൺ ബേസിൻ പ്രാക്ടീസസ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. അവരാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ the Indians of Amazon basins collect nuts. Nuts collect ചെയ്യുന്നു. Pygmies also collect nuts. Nuts ഒക്കെ പിഗ്മീസും അതുപോലെ തന്നെ ആമസോൺ ബേസിലുള്ള ഇന്ത്യൻസും എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. The orang asli of Malaysia. Orang asli. Orang asli. Who is Orang asli? The people of Malaysia. മലേഷ്യയിൽ കാണുന്ന പ്രിമിറ്റീവ് പീപ്പിൾ ആണ് Orang asli. Make cane products, sugar cane products. Sugar cane ഉപയോഗിച്ചുകൊണ്ട് ജാഗ്രി ശർക്കരകൾ ഉണ്ടാക്കുക. And sell them in nearby villages. അടുത്ത വില്ലേജസിൽ കൊണ്ടവരെ വിൽക്കുകയും ചെയ്യുന്നു. Who is Orang asli? The people of Malaysia. They make cane products and sell them in the nearby villages. Rubber, cocoa, coconuts, spices, cinchona, banana and pineapple are now being grown here. അതുപോലെ തന്നെ മറ്റു ക്രോപ്സും അവർ കൃഷി ചെയ്യുന്നുണ്ട്. Pygmies only hunter gatherers, but Indians of Amazon basin they cultivate some crops. Wild rubber and other crops are cultivated by Indian of Amazon basin. ഇന്ത്യൻസ് ആമസോൺ ബേസിലുള്ള ഇന്ത്യൻസും ഇതുപോലെയുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറാങ് അലി മലേഷ്യയിലുള്ള പീപ്പിളാണ്. അവരും കുറേ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റബ്ബർ, കൊക്കോ, കോക്കനട്ട്, സ്പൈസസ്, സിഞ്ചോണ. സിഞ്ചോണ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ സൗത്ത് അമേരിക്കൻ ട്രീക്കാണ് സിഞ്ചോണ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിൻ. ഇത് മെഡിസിൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ബാഗ്സ്. സിഞ്ചോണ മീൻസ് എവർഗ്രീൻ സൗത്ത് അമേരിക്കൻ ട്രീ. സൗത്ത് അമേരിക്കയിൽ കാണുന്ന എന്നും പച്ചയായി കാണപ്പെടുന്ന സിഞ്ചോണ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിൻ. മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. Mining operations are also carried out in this region. Mining operations.
മൈനിങ് മീൻസ് ഡിഗിങ്, ഖനനം ചെയ്യുക അല്ലെങ്കിൽ കുഴിച്ചെടുക്കുക, മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കുന്ന രീതി അവിടെ ഉണ്ടായിരുന്നു. പെട്രോളിയം, കോള് ഇതെല്ലാം കുഴിച്ചാണ് എടുക്കുന്നത്. ഇപ്പൊ മൈനിങ് പ്രോസസ് ആർ ഡൺ ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. വാട്ട് ആർ ദ occupation of these forests? Hunter gathering, slash and burn cultivation, mining. These are the main occupation of equatorial region. Who were the primitive people of equatorial region? Native American Indians of South America, Pygmies of Zaire Basin, Indians of Amazon Basin. Native American Indians and Pygmies are hunter-gatherers. Then Indians of Amazon Basin practice slash and burn cultivation. What do you mean by slash and burn cultivation? It's a method of cultivation that involves cutting and burning of plants in a forest or woodland. What are the main occupations of equatorial region? Hunter-gatherer, then slash and burn cultivation and mining. Orang Ali is a people of Malaysia. They make cane products and sell them nearby village. Rubber, cocoa, coconut, spices, cinchona, banana and pineapple are grown here. These are the important points included in the human occupation. Understand? Okay. I hope you understood this concept. Today's class is over. Thank you children. Thank you so much.